ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 9 ആണ്. ഓക്കെ, ഹെയർ കെയർ സീരീസാണ്. ഇതൊരു 21 ഡേയ്സിൻ്റെ ഹെയർ കെയർ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഞാൻ കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില വ്യൂവേഴ്സ് വേണം തിരിച്ച് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോസ് തന്നെയാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, ആവുന്നത്ര ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ സീരീസിൻ്റെ ഡേ 9 ആണ്. ഓക്കെ, 9th ഡേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോട്ട് ഓയിൽ മസാജാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി കാച്ചി വെച്ച ഒരു എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ കറിവേപ്പിലയും പിന്നെ നെല്ലിക്കയും ഇട്ട് കാച്ചിയ ഒരു എണ്ണയാണ്. ഞാൻ ഷോർട്സിലും ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഓയിൽ പ്രിപ്പറേഷൻ്റെ ഞാനൊന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെന്നവർ അത് ഉപയോഗപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോയും ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുടിയൊക്കെ ഇത് എല്ലാം ചിക്കൊക്കെ വിടർത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എണ്ണയുടെ ഉപയോഗങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പൊതുവെ ഇത് താരനകറ്റാനും മുടിക്കൊഴിച്ചിൽ കുറയ്ക്കാനും പിന്നെ മുടി കുറച്ച് നന്നായിട്ട് വളരാനും ഇത് ഉപയോഗകരമാണ്. ഓക്കെ, ഹെൽപ്ഫുള്ളായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഓയിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്കാൽപ്പിൽ കുറച്ച് തടവിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും ഗ്യാപ്പുള്ളവിടെ പൊതുവെ ഓയിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. ഞാൻ ലൈറ്റ് മസാജ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറേ അമർത്തിയാലും നമുക്ക് മുടിയിന് കേടുപാട് സംഭവിക്കും കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നെറ്റിക്കയർ ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഫിംഗർ ടിപ്സൊക്കെ ആണ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് അമർത്താൻ പാടുള്ളതല്ല. ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് വിടുക. ഓക്കെ, നിങ്ങൾ എപ്പോഴും എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചീർപ്പ് ഉപയോഗിക്കാണ്ട് ജസ്റ്റ് കൈവിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഉടക്കുകളൊക്കെ മാറ്റി കൊടുക്കുക. ഓക്കെ, മുടിയിലത്തെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, വിരൽ വെച്ച് എങ്ങനെ നമുക്ക് മുടി കെയർ ചെയ്ത് കൊടുക്കേണ്ടതാണെന്ന്. പിന്നെ ഓക്കെ, ഞാൻ ഇനി കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ മുടിക്ക് ജസ്റ്റ്
സ്കാൽപ്പ് ഭാഗം ജസ്റ്റ് കവറായാൽ മതി. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് എണ്ണ എല്ലായിടത്തും എത്തിയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ജസ്റ്റ് ഇങ്ങനെ എണ്ണ ഉണ്ടെങ്കിൽ ജസ്റ്റ് തൊടുക, അത്ര മാത്രം. ഓക്കെ, സ്കാൽപ്പിൽ അറിയാമല്ലോ എപ്പോഴും ഡ്രൈനെസ് നമുക്ക് ഫീൽ ആവും. ഏത് ഏരിയയിലാണ് ഡ്രൈനെസ് ഉള്ളത് ജസ്റ്റ് ഇങ്ങനെ തടവി വിടേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ഫ്രീസി ഹെയർ ആണെങ്കിൽ ഇനി കുറച്ച് എണ്ണ ഉപയോഗിച്ച് ആ ഡ്രൈനെസ് ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കുക. ഞാൻ ഏറി വന്ന ഒരു 4-5 തുള്ളിയെ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഫുൾ മുടിക്ക്. ജസ്റ്റ് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാവിടെയും തടവി തന്നു. അപ്പോൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ മുടി ഒന്ന് സോഫ്റ്റായി വിട്ടു കേട്ടോ. നല്ലൊരു ടെക്സ്ചറാണ് ഈ ഒരു ഓയിൽ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കുളി കഴിഞ്ഞിട്ടും ഇങ്ങനെ ചീവി കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ്സായിട്ട് ഒരു 4-5 ദിവസം വരെ നന്നായിട്ട് ഒതുങ്ങി നിൽക്കാറുണ്ട് കേട്ടോ. ഈ ഒരു എൻ്റെ ഒരു മുടി 5 ദിവസത്തോളം ഒതുങ്ങി നിൽക്കാറുണ്ട്. ഇത്ര ഫ്രീസി ആയിട്ടുള്ള ഹെയർ ആയാലും നല്ലൊരു ഓയിൽ ഈ ഒരു എണ്ണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് നല്ല മാറ്റങ്ങൾ എൻ്റെ മുടിയിൽ കാണപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരുപാട് ബേബി ഹെയർസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പൊതുവെ ചീവി കൊടുക്കാറുണ്ട്. ഇപ്പോൾ പൊതുവെ പറയാറുള്ളത് ഹെയർ കെയർ എന്ന് പറയുമ്പോൾ 100 തവണ 150 തവണ ചീവി കൊടുക്കണം, അങ്ങനെയില്ല. നിങ്ങൾ തല ചീവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുടി ഒരുപാട് കൊഴിയാതെ നോക്കണം, പിന്നെ താരനില്ലാതെ നോക്കണം കേട്ടോ. പിന്നെ മെല്ലെ ഒടുക്കാണ് മാറ്റേണ്ടത്. ഇങ്ങനെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടും കുറേ ചീവാനും പാടുള്ളതല്ല. ഓക്കെ, ജസ്റ്റ് എണ്ണ തടവി 1 റൗണ്ട് കവർ ചെയ്താൽ മതി. ഇങ്ങനെ എല്ലാ സൈഡിലും കവറാക്കിയെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അത്രയും മാത്രം മതിയാവും. ഇങ്ങനെ മെല്ലെ ചെറിയൊരു ചീർപ്പായാലും മെല്ലെ വേണം നമുക്ക് ചിക്ക് ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട്. ഓക്കെ, എൻഡിലത്തെ എടുത്തു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ 1 റൗണ്ട് മാത്രം മതി. ഇങ്ങനെ ജസ്റ്റ് ഓക്കെ, ഇങ്ങനെ മുടി ഒന്ന് ഒതുങ്ങി ഇരുന്നത് പോലെ ഉണ്ട് കേട്ടോ. 1 റൗണ്ട് ചീന്തിയതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ബ്രെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ബേബി ഹെയർസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ബേബി ഹെയർസ് ഉള്ളവർക്ക് ഇങ്ങനെ ചെറിയ പിന്നൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ഞാൻ പിന്നി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിന്നി വെച്ചിട്ടുണ്ട്, നല്ല ഒതുങ്ങി നിൽക്കും കേട്ടോ. പിന്നെ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു താരനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി ഷാംപൂ ഇട്ടിട്ട് കഴുകി കളയാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിച്ച് ജസ്റ്റ് 1 റൗണ്ട് എണ്ണ അപ്ലൈ ചെയ്ത് വിടേണ്ടതാണ് മുടിക്ക്. ഓക്കെ, ഒരുപാട് ഡ്രൈയും ഒരുപാട് ഷാംപൂ ഉപയോഗിച്ച്
ഞങ്ങളുടെ മുടി ഡ്രൈ ആക്കാണ്ട് ഇരിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. പിന്നെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ വീഡിയോസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.